പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വളരെ മികച്ച ഒരു വ്യക്തിയെ കാണണമെന്നുണ്ടോ? നേരിട്ട് അടുത്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അതിനുള്ള വഴി പറഞ്ഞു തരാം. 5 പൈസ ചെലവില്ലാതെ വളരെ കഴിവുകളുള്ള ഒരു വ്യക്തിയെ അടുത്ത് കാണാൻ ഞാൻ അവസരം ഒരുക്കി തരാൻ പോവുകയാണ്. നിങ്ങളിത് ചെയ്യൂ. വീട്ടിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു ദിവസം നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു വലിയ കണ്ണാടിയുടെ മുമ്പ് ചെന്ന് നിന്ന് നോക്കൂ. നിങ്ങൾക്ക് കാണാം അവിടെ മിടുക്കനായ അല്ലെങ്കിൽ മിടുക്കിയായ ഒരു വ്യക്തി. അതെ, തിരിച്ചറിയൂ നിങ്ങളുടെ വ്യക്തിത്വം. നിങ്ങൾ ഓരോരുത്തരും വളരെയധികം കഴിവുകളുള്ള, പ്രഗത്ഭരായ, ഒരുപാട് കഴിവുകൾ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് പല വ്യക്തികളും അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ തിരിച്ചറിയാതെ പോകുന്നു. പകരം അടുത്ത വീട്ടിലെ ഒരാളോ അല്ലെങ്കിൽ സുഹൃത്തോ എന്ത് ചെയ്യുന്നോ അത് നോക്കി അത് അതേപടി ചെയ്യാൻ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു. അതൊരിക്കലും ചെയ്യണ്ട. കാരണം മനുഷ്യരിൽ വിവിധ തരം ബുദ്ധികളുണ്ട്. എല്ലാ ബുദ്ധിയും എല്ലാ പേരിലും ശക്തമല്ല. ബട്ട് ഏതോ ഒരു തരം ബുദ്ധി എല്ലാ പേരിലും അതിശക്തമായിട്ടുണ്ട്. ബാക്കിയൊക്കെ അല്പം കുറഞ്ഞിരിക്കും. ഇപ്പം നിങ്ങളുടെ അടുത്ത വീട്ടിലെ ആൾക്കാർക്ക് ഏതോ ഒരു ബുദ്ധി വളരെ കൂടുതലായതുകൊണ്ട് ആ ബുദ്ധിക്കനുസരിച്ച് അയാൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അത് കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ അയൽക്കാരനോ സുഹൃത്തിനോ ഉള്ള ബുദ്ധി നിങ്ങൾക്ക് കുറവായിരിക്കും. പക്ഷേ വേറെ ഏതോ ഒരു ബുദ്ധി നിങ്ങളിൽ അതിശക്തമായിട്ടുണ്ട്. ആ ബുദ്ധിക്കനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എന്നാലേ നിങ്ങൾ മിടുക്കരാവൂ. നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഒരു 4-5 ദിവസം സമയം കിട്ടുമ്പോഴൊക്കെ ചമ്രം പടിഞ്ഞിരുന്ന് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴിയിട്ടൊന്നിറങ്ങൂ. നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയെന്ന് സ്വയം ഒന്ന് വിലയിരുത്തും. ഓരോ കഴിവുകളും. എഴുതാനുള്ള കഴിവുണ്ടോ? പാട്ടുപാടാനുള്ള കഴിവുണ്ടോ? കഥയോ കവിതയോ എഴുതാനുള്ള കഴിവുണ്ടോ? പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടോ? പരീക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? ബുക്ക് എഴുതാനുള്ള കഴിവുണ്ടോ? മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുണ്ടോ? ഇങ്ങനെ ഓരോ കഴിവുകൾ ഓരോന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കി സ്വയം ഒന്ന് മാർക്കിടും. ഇത് മറ്റാരെയും ബോധ്യപ്പെടുത്താനല്ല. എന്നിട്ട് നോക്കൂ ഏത് കഴിവിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങളിട്ടത്. ആ വഴിക്ക് നിങ്ങളുടെ ചലനം ആരംഭിക്കൂ. ആ വഴിക്ക് നിങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കൂ. എങ്കിൽ ഒരു അതുല്യ പ്രതിഭയായിട്ട് നിങ്ങൾ മാറും. ഒരു സംശയവും വേണ്ട. പക്ഷേ there is no shortcut to success. കേട്ടിട്ടുണ്ടോ? ഹൈ പെയിൻ ഹൈ ഗെയിൻ, ലെസ് പെയിൻ ലെസ് ഗെയിൻ, നോ പെയിൻ നോ ഗെയിൻ. അപ്പോൾ ഒരു എഴുത്തുകാരനാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ഇതുവരെ നിങ്ങളൊന്നും എഴുതിയിട്ടില്ല എങ്കിൽ പോലും ദിവസവും ഒരു 10 മിനിറ്റ് നിങ്ങളൊരു പുസ്തകം വാങ്ങിച്ചു വെച്ച്, നോട്ട് പുസ്തകം വാങ്ങിച്ചു വെച്ച് അതിലെന്തെങ്കിലും കുത്തിക്കുറിക്കൂ. ദിവസവും മുടങ്ങാതെ ചെയ്യൂ. 1 വർഷം കഴിയുമ്പോൾ ഒരു ഉജ്ജ്വല എഴുത്തുകാരനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും നിങ്ങൾ. ഒരു 10 മിനിറ്റ് എഴുതിയാൽ മതി ദിവസം. ഒരു 5-6 മാസം കഴിയുമ്പോൾ 15 മിനിറ്റ് ആകും. 1 വർഷം കഴിയുമ്പോൾ മണിക്കൂറുകൾ കണക്കിന് തുടർച്ചയായിട്ടിരുന്ന് എഴുതാൻ കഴിവുള്ള ഒരു അതുല്യ പ്രതിഭയായിട്ട് നിങ്ങൾ മാറിക്കഴിയും. ഇനി പരീക്ഷണം ചെയ്യാനുള്ള കഴിവാണ് നിങ്ങളിൽ കൂടുതൽ എന്ന് കണ്ടെത്തിയെങ്കിൽ ഓരോ പരീക്ഷണങ്ങൾ സ്വയം ചെയ്യൂ. ഒരു 2 ദിവസത്തിലൊരിക്കലെങ്കിലും ഒരു പരീക്ഷണം ചെയ്യും. ചെയ്ത പരീക്ഷണത്തിന് പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ അത് റെക്ടിഫൈ ചെയ്ത് വീണ്ടും ആ പരീക്ഷണം ചെയ്യൂ. 100% ശരിയാകുന്നത് വരെ ആ പരീക്ഷണം ആവർത്തിക്കൂ. അത് ശരിയായി കഴിഞ്ഞാൽ അടുത്ത പരീക്ഷണ പ്രവർത്തനം തുടങ്ങും. അത് 100% വിജയിച്ചു കഴിഞ്ഞാൽ അടുത്തവരോട്ട് പോകും. അങ്ങനെ 1 വർഷം പ്രവർത്തിച്ചാൽ പരീക്ഷണങ്ങൾ ചെയ്യുന്നതിലൊരു വിദഗ്ധനായി മാറും നിങ്ങൾ. അല്ലാതെ എനിക്ക് പരീക്ഷണം ചെയ്യാനുള്ള കഴിവില്ല, എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നത് തന്നെ. ഇനി പരീക്ഷണം നടത്താൻ ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ അത്തരം സാധനങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഒരു പക്ഷേ ആദ്യം ചെയ്ത സാധനം പ്രവർത്തിച്ചില്ല എന്ന് വരും. ചിലപ്പോൾ 2ാമതും പരാജയപ്പെട്ടെന്നിരിക്കും. ചിലപ്പോൾ 3ാമതും 4ാമതും പരാജയപ്പെട്ടത്. പേടിക്കരുത്. ഒരു പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കിത് സാധ്യമാവില്ല, പക്ഷേ ഒരു ദിവസം നിങ്ങൾക്കിത് സാധ്യമാകും. ആ പരസ്യം തന്നെ ഞാനിവിടെ ആവർത്തിക്കുന്നു. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കിത് സാധ്യമാകില്ല, പക്ഷേ ഒരു ദിവസം നിങ്ങൾക്കത് സാധ്യമാകും. ആ ദിവസം വന്നെത്തും. ഉദാഹരണത്തിന് പഠിപ്പിക്കാനുള്ള 3 ഫേസ് ജനറേറ്റർ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. വർഷങ്ങൾക്ക് മുൻപാണ് കേട്ടോ. 98-ൽ. 1ാമത് ഞാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. 2ാമത് ശ്രമിച്ചു, പരാജയപ്പെട്ടു. 10 പ്രാവശ്യം പരാജയപ്പെട്ടു. 11ാമത്തെ പ്രാവശ്യമാണ് വിജയിച്ചത്. പക്ഷെ ഒരു ഉജ്ജ്വല മോഡൽ അന്ന് എനിക്ക് കിട്ടി. അതിപ്പോഴും എൻ്റെ കൈവശമുണ്ട്. അന്ന് ഞാനത് പരാജയമാണെന്ന് കരുതി 2-3 പ്രാവശ്യം ആക്കി മതിയാക്കിയിരുന്നെങ്കിൽ ഇന്നെനിക്ക് ആ സാധനം ഉണ്ടാകുമായിരുന്നില്ല. ഇതുപോലെ പരീക്ഷണങ്ങളോ മറ്റേത് പ്രവർത്തനങ്ങളോ ആവട്ടെ, പരാജയങ്ങൾ വരും. ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. ഏതെങ്കിലും കുഞ്ഞ് ജനിച്ചിട്ട് 1ാമത്തെ അറ്റംപ്റ്റിൽ 100% പെർഫെക്റ്റ് ആയിട്ട് നടന്ന കുഞ്ഞിൻ്റെ പേര് പറയാമോ? പല പ്രാവശ്യം വീണതുകൊണ്ടല്ലേ കുട്ടി നടക്കാൻ പഠിച്ചത്.
അപ്പം നിങ്ങൾ ഏത് മണ്ഡലത്തിലുമാകട്ടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ഉറപ്പാണ്, പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പരാജയങ്ങൾ വരും. പേടിക്കരുത്, അത് വിജയിപ്പിച്ചേ അടങ്ങുള്ളൂ എന്ന വാശിയോടെ വീണ്ടും വീണ്ടും ശ്രമിക്കൂ. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ഒരു ഫിസിക്സ് അധ്യാപകൻ, ബഹുമാനപ്പെട്ട നല്ല കഴിവുള്ള ശ്രീ അജിത് സാർ, കഴിഞ്ഞ വർഷം എക്സ്പെരിമെന്റുകൾ ഡിസൈൻ ചെയ്ത് ടീച്ചിങ് എയ്ഡ് കോമ്പറ്റീഷന് പോയി. പ്രൈസ് കിട്ടിയില്ല. നിരാശനായില്ല അദ്ദേഹം. കൂടുതൽ കഴിവോടെ പ്രവർത്തിച്ചു, കൂടുതൽ വാശിയോടെ പ്രവർത്തിച്ചു, ഉജ്ജ്വല മോഡലുകൾ ഉണ്ടാക്കി. ഇപ്പൊ സ്റ്റേറ്റിലെ 2ാം സമ്മാനം വാങ്ങിച്ചിരിക്കുന്നു അദ്ദേഹം ഈ വർഷം. ഇത് ഞാൻ പറയുന്ന ഇതിൻ്റെ ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാനത്തെ 2ാം സ്ഥാനമാണ്. പരാജയങ്ങളിൽ നിന്ന് വിജയങ്ങൾ വരും. ഫെയിൽ എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഫുൾ ഫോം തന്നെ എന്താണ്? ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്, പഠനത്തിൻ്റെ ആദ്യ പരിശ്രമം. എല്ലാവരും പരാജയത്തിൽ കൂടി തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. ആത്മവിശ്വാസം വേണം, പക്ഷെ അമിതമായ ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യരുത്. ഞാൻ BEd പഠിച്ച ഒരു പ്രവർത്തനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു സൈക്കോളജിസ്റ്റ് നടത്തിയ പരീക്ഷണമാണ്. ഒരു കൂടുണ്ടാക്കി, കൂടിനകത്ത് ഒരു ലിവറുണ്ട്. ആ ലിവറിൽ തൊട്ടാൽ കൂട് തുറക്കും. വിശക്കുന്ന ഒരു പൂച്ചയെ ആ കൂട്ടിനകത്ത് പിടിച്ചിട്ടു. പിടയ്ക്കുന്ന മീനിനെ വെളിയിൽ കെട്ടിത്തൂക്കി. വിശക്കുന്ന പൂച്ച ഈ മീനിനെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടവും ഓട്ടവും നടത്തി ആ കൂട് വിട്ട് വെളിവരാൻ ആഗ്രഹിക്കുകയാണ് പൂച്ച. പൂച്ചയ്ക്ക് ലിവറിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ എങ്ങനെയോ 10-ാം മിനിറ്റിൽ അബദ്ധത്തിൽ കാല് തട്ടി ലിവറിൽ തട്ടി തുറന്നു, വെളി വന്ന് മീനിനെ കഴിച്ചു. ഈ പരീക്ഷണ പ്രവർത്തനം സൈക്കോളജിസ്റ്റ് ആവർത്തിച്ചുകൊണ്ടിരുന്നു. 8-ാം ദിവസമായപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് പൂച്ച വെളി വന്നു. പിന്നീട് 4-5 ദിവസം കൂടി പ്രവർത്തിച്ചു നോക്കി. എല്ലാ ദിവസവും 2 സെക്കൻഡ് പോലും എടുക്കാതെ പൂച്ച വെളി വരുന്നു. വിശേഷ ബുദ്ധി ഇല്ലാത്ത ഒരു പൂച്ചയ്ക്ക് പോലും ആവർത്തിച്ചൊരു പ്രവർത്തനം ചെയ്തപ്പോൾ അതിൽ പ്രാവീണ്യം നേടാൻ കഴിഞ്ഞു. അതാണ് സ്കിൽ എന്ന് നമ്മൾ പറയുന്നത്. ആവർത്തിച്ച് ഒരു പ്രവർത്തനം ചെയ്താൽ ആ പ്രവർത്തനത്തിൽ നാം വിശേഷ ബുദ്ധിയുള്ള ആളായിട്ട് മാറും. നിങ്ങളിപ്പോൾ ആശാരിപ്പണി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കൊച്ചു സാധനങ്ങൾ ഉണ്ടാക്കി തുടങ്ങൂ. ആ കൊച്ചു സാധനങ്ങൾ തടിയിൽ ഉണ്ടാക്കി തുടങ്ങിയാൽ കാലക്രമേണ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ആശാരിപ്പണിക്കാരനായിട്ട് മാറും. ഒരു കൊത്തപ്പണി പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൈകളായിട്ട് ആദ്യം പോകൂ. കൈകളായിട്ട് പോയി കൊത്തൻ്റെ പണിയെല്ലാം നിരീക്ഷിച്ച് കണ്ട് മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത്, നല്ല മിടുക്കിയുമായ ഒരാളെ കാണണമെങ്കിൽ ഒരു കണ്ണാടി പോയി നോക്കുമെന്ന് പറഞ്ഞത്. അത്രയ്ക്ക് കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇനി നിങ്ങൾക്ക് അധ്യാപകനാണെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ BEd കഴിയുന്നവരൊന്നും കാത്തിരിക്കരുത്. BScക്കോ BAക്കോ BComനോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ 1-2 കുട്ടിയൊക്കെ ട്യൂഷൻ എടുത്ത് തുടങ്ങും, അല്ലെങ്കിൽ ഒരു ട്യൂട്ടറിൽ പോയി പഠിപ്പിച്ചു തുടങ്ങും. ഞാൻ 2nd ഡിഗ്രി ആയപ്പോൾ ട്യൂട്ടറി പഠിപ്പിക്കാൻ തുടങ്ങിയാണ്. അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് മണ്ഡലവുമാകട്ടെ, നിങ്ങളുടെ വിശേഷ ബുദ്ധി, നിങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ബുദ്ധിശക്തി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തര പരിശ്രമം മുടങ്ങാതെ ചെയ്യൂ. 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആ മേഖലയിൽ മികച്ച ആളാവും, ഒരു അതുല്യ പ്രതിഭയാകും. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മോഡലാകാനും കഴിയും. തുടക്കത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കർമ്മമണ്ഡലമേതോ ആ മണ്ഡലത്തിലുള്ള 3-4 ആൾക്കാരെ മോഡലായി സ്വീകരിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ സ്കൂൾ അധ്യാപകനായിട്ട് പോയപ്പോൾ ഓർക്കുന്നുണ്ട്, എനിക്ക് മോഡലായിട്ട് ഒത്തിരി അധ്യാപകരെ കിട്ടി. ഒരു VN മാധവൻ നായർ, ഒരു ജയസിംഗ് സാർ, ഒരു ഗബ്രിയേൽ സാർ, ഒരു ശ്രീകണ്ഠൻ നായർ. ഇനി കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രൊഫസർ കല്യാണസുന്ദരം, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാഞ്ചന ടീച്ചർ, പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സുകുമാരൻ സാർ. ഇങ്ങനെ കുറേ മോഡലുകൾ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി. ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കർമ്മമണ്ഡലത്തിലെ കഴിവുറ്റ ആളുകളെ മോഡലാക്കിയും പ്രവർത്തനം നിങ്ങൾക്ക് തുടങ്ങാം. ഈ രീതിയിലൊക്കെ പ്രവർത്തനം തുടങ്ങൂ. ഉജ്ജ്വല വിജയം ഉറപ്പാണ്. 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ മണ്ഡലത്തിൽ വൈഭവം നേടി മിടുക്കിയായി കഴിയുമ്പോൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.